ഇന്നൊരു വലിയ മാറ്റത്തിന്റെ പാതയിലാണോ അതോ വലിയൊരു തകർച്ചയുടെ വക്കിലാണോ? റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിന്റെ വാക്കുകൾ വിരൽ ചൂണ്ടുന്നത് രണ്ടാമത്തെ അപകടത്തിലേക്കാണ്. ഇറാനുമായുള്ള സംഘർഷം കൊടുമ്പിരി കൊള്ളുന്ന ഈ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളെ നരകത്തിലേക്കുള്ള പാത എന്നാണ് റഷ്യ വിശേഷിപ്പിച്ചിരിക്കുന്നത്. വെറും ഒരു നയതന്ത്ര വിമർശനമല്ല ഇത്, മറിച്ച് വരാനിരിക്കുന്ന ഒരു വലിയ ആഗോള യുദ്ധത്തിന്റെ മുന്നറിയിപ്പാണ്. അമേരിക്കൻ വിദേശ നയം ലോകക്രമത്തെ പുനർനിർമ്മിക്കുകയല്ല, മറിച്ച് തകർക്കുകയാണ് എന്ന് ലാവ്റോവ് അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിന്റെ വിമർശനങ്ങളെ ഇങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം: ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കാണാനല്ല, മറിച്ച് സൈനിക നീക്കങ്ങൾക്ക് മുന്നോടിയായുള്ള പുകമറ മാത്രമായാണ് പടിഞ്ഞാറൻ രാജ്യങ്ങൾ നയതന്ത്രത്തെ കാണുന്നത്. UN ചാർട്ടറുകളെയും അന്താരാഷ്ട്ര നിയമങ്ങളെയും അമേരിക്ക കാറ്റിൽ പറത്തുന്നു. തങ്ങൾക്ക് ഇഷ്ടമുള്ള നിയമങ്ങൾ മാത്രം നടപ്പിലാക്കുന്ന റൂൾസ് ബേസ്ഡ് ഓർഡർ ലോകത്തെ അരാജകത്വത്തിലേക്കാണ് നയിക്കുന്നത്. ട്രംപിന്റെ ഇറാൻ വിരുദ്ധ നീക്കങ്ങളെ അറബ് രാജ്യങ്ങൾ പോലും പൂർണ്ണമായി പിന്തുണയ്ക്കുന്നില്ലെന്ന് റഷ്യ കരുതുന്നു. ഗൾഫ് മേഖലയിലെ സമാധാനം തകരുന്ന ഒരു സാഹചര്യം ഈ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇറാനെതിരെയുള്ള സൈനിക നീക്കം വെറും ഒരു പ്രാദേശിക തർക്കമായി ഒതുങ്ങില്ല. ഇതിന് ആഗോളതലത്തിൽ ഭയാനകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഹോർമൂസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള മേഖലകളിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ആഗോള എണ്ണ വിപണി തകരും. ഇത് ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളെ ഗുരുതരമായി ബാധിക്കും. അമേരിക്ക ഇറാനെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ റഷ്യ ഇവിടെ ഒരു മധ്യസ്ഥന്റെ റോളാണ് സ്വീകരിക്കുന്നത്. ഇറാനുമായി അടുത്ത പ്രതിരോധ വാണിജ്യ ബന്ധമുള്ള റഷ്യ അമേരിക്കയുടെ ഏകപക്ഷീയമായ നീക്കങ്ങളെ തടയാൻ ശ്രമിക്കുന്നു. ഇസ്രയേലും അമേരിക്കയും ഒരു വശത്തും ഇറാനും അവരുടെ സഖ്യകക്ഷികളും മറുവശത്തും നിൽക്കുമ്പോൾ റഷ്യയും ചൈനയും ഉയർത്തുന്ന വെല്ലുവിളി അമേരിക്കയ്ക്ക് അവഗണിക്കാനാവില്ല. ലോകം ഇന്നൊരു വഴിത്തിരിവിലാണ്. ലാവ്റോവ് സൂചിപ്പിച്ചതുപോലെ നിയമങ്ങൾ ലംഘിക്കപ്പെടുകയും നയതന്ത്രം പരാജയപ്പെടുകയും ചെയ്താൽ ആഗോള ക്രമം തകരും. സമാധാനത്തിനായുള്ള ചർച്ചകൾക്ക് പകരം സൈനിക നടപടികൾക്ക് മുൻഗണന നൽകുന്നത് ലോകത്തെ നയിക്കുന്നത് വലിയൊരു ദുരന്തത്തിലേക്കാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഇനി നടപ്പിലാകില്ലെന്ന കൃത്യമായ സന്ദേശമാണ് മോസ്കോയിൽ നിന്ന് വരുന്നത്. ലോകം ഒരു പുതിയ ശീതയുദ്ധത്തിലേക്ക് മാത്രമല്ല, ഒരുപക്ഷെ അതിനേക്കാൾ ഭീകരമായ ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.